പരസ്പരം നൽകുന്ന തണലാണ് ഓരോ ബന്ധത്തിന്റെയും ശ്വാസം. ഒരാൾ മാത്രം വെയിലുകൊണ്ടാലോ മറ്റൊരാൾ നേട്ടങ്ങളുടെ നിഴലിൽ വിശ്രമിച്ചാലോ ആ അടുപ്പം കാലത്തിന്റെ ചൂട് താങ്ങില്ല. ബന്ധമെന്നത് ഒരാളുടെ ത്യാഗവും മറ്റൊരാൾക്ക് കിട്ടുന്ന ആനുകൂല്യവും മാത്രമല്ല, ഒരേ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഉറപ്പാക്കുന്ന വിശ്വാസമാണ്. സൗഹൃദം തിരഞ്ഞെടുത്താൽ ചില തിരിച്ചറിവുകൾ അനിവാര്യമാണ്. ഒരേ പാളത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം ഉറപ്പുണ്ടെങ്കിൽ വഴിതെറ്റില്ല. അതിലോലം തുണയാകും എൻ കൈവെടിയാതെ എന്നും നിന്നിൽ ചേരാം ഞാനീ എന്നെ നിനയാതെ നിറവേറും നിധിയായി നീ എന്നെ മാറ്റേണേ ആരാരും കാണാതെ ഉള്ളം കനലായി നീറുമ്പോൾ ഈശോയെ മഴ നീ മനതാരിൽ ഒരു നല്ല ചിന്ത. ഒരിക്കലൊരു കള്ളനെ തൂക്കിലേറ്റാൻ രാജാവ് കൽപ്പനയായി. നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൻ്റെ തലേ ദിവസം അവൻ രാജാവിനെ ഒന്ന് കാണുവാൻ താല്പര്യപ്പെട്ടു. തൂക്കിലേറ്റപ്പെടുന്നവൻ്റെ അന്ത്യാഭിലാഷമായതിനാൽ രാജാവ് അത് അനുവദിച്ചു. കള്ളൻ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഒരു നിമിഷത്തിനുള്ളിൽ അദൃശ്യനാവാനുള്ള ഒരു വിദ്യ എനിക്കറിയാം. മരിക്കുന്നതിന് മുൻപ് അങ്ങയെ അത് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട രാജാവിന് കൗതുകമായി. ആ വിദ്യ പഠിപ്പിക്കുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. അവൻ പ്രത്യേക നിറത്തിലുള്ള കുറച്ച് മണ്ണ് ഒരു പാത്രത്തിൽ രാജാവിൻ്റെ മുൻപിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഈ മണ്ണ് ഒരു നുള്ള് എടുത്ത് നെറ്റിയിൽ വെച്ചാൽ ആ ആൾ അദൃശ്യനാവും. രാജാവ് ആ മണ്ണ് എടുക്കുവാൻ കൈ നീട്ടിയപ്പോൾ കള്ളൻ പറഞ്ഞു, പ്രഭോ, ഒരു വ്യവസ്ഥയുണ്ട്. ഒരിക്കലും മോഷ്ടിക്കുകയോ മോഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാത്തവർക്ക് മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. അത് കേട്ട് രാജാവ് മന്ത്രിയോട് ആ മണ്ണ് നെറ്റിയിൽ പൂശാൻ പറഞ്ഞു. പക്ഷേ മന്ത്രി തയ്യാറായില്ല. പക്ഷേ മന്ത്രി തയ്യാറായില്ല. കാരണം മന്ത്രി കൊട്ടാരത്തിൽ നിന്നും വേണ്ടുന്നത്ര മോഷ്ടിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലുള്ള ആരും തന്നെ ആ മണ്ണ് നെറ്റിയിൽ വയ്ക്കുവാൻ തയ്യാറായില്ല. ഉടൻ കള്ളൻ ഉച്ചത്തിൽ പറഞ്ഞു, പ്രഭോ, ഈ കൊട്ടാരത്തിലുള്ള നിങ്ങളെല്ലാവരും മോഷ്ടാക്കളായിരിക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്പം മോഷ്ടിച്ച് എന്നെ തൂക്കിക്കൊല്ലുകയോ? പ്രഭോ, അങ്ങയെ അല്ലേ ആദ്യം തൂക്കേണ്ടത്. ഇത് കേട്ട് ലജ്ജിച്ച രാജാവ് ആ കള്ളനെ സ്വതന്ത്രനാക്കി. മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുവാൻ എത്ര എളുപ്പമാണ്. എന്നാൽ അതിലധികം കുറ്റക്കാരായിരിക്കുന്ന നാം എത്ര നീതിമാരായിട്ടാണ് ഭാവിക്കുന്നത്. രാജാവും പരിവാരങ്ങളും കള്ളന്മാർ എന്ന് തെളിയിച്ച ഈ കള്ളനെ പോലെ നമ്മുടെ കുറ്റങ്ങളെല്ലാം വെളിവാകുന്ന ന്യായവിധിയുടെ ഒരു അവസരം ഉണ്ടാകും. അവിടെ നാം എത്ര നീതിമാന്മാർ എന്ന് ഭാവിച്ചാലും നമ്മുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടും. നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് തന്നെ നിഷേധിക്കാനാവാതെ വരുമ്പോൾ പ്രതിവാദമില്ലാത്ത കുറ്റവാളിയെപ്പോലെ നാം ലജ്ജിതരാകുവാൻ ഇടയുണ്ട്. അതിനാൽ നീതിമാന്മാർ എന്ന് ഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ തെറ്റുകളെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ നീതിമാന്മാർ എന്ന് ചമയുവാൻ നമുക്ക് കഴിഞ്ഞേക്കും. എന്നാൽ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ മുൻപാകെ യാതൊന്നും മറച്ചു വയ്ക്കുവാൻ ആരാലും സാധ്യമല്ല എന്ന് നാം വിസ്മരിക്കരുത്.
നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഏശയ്യാ 53:5. മഞ്ജു തിരുമുറിവുകൾ ഏറ്റ ശരീരം മർദ്ദനത്താലന്ന് തളർന്നുവല്ലോ. കാരിരുമ്പാണി തുളഞ്ഞിടും നേരം അവർക്കായി പ്രാർത്ഥിച്ചു നീ. അവർക്കായി പ്രാർത്ഥിച്ചു നീ. ജീവിതത്തിലേക്ക് ഒരുപാട് പേര് വരും പോകും. ചിലർ കാറ്റുപോലെ തൊട്ടുപോകും, ചിലർ മഴ പോലെ നിമിഷങ്ങൾ നനയ്ക്കും, ചിലർ വേരുറച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെ പോലെ ഉള്ളിൽ നിഴലാകും. ആരും സ്ഥിരമല്ല. അനുഭവങ്ങൾ മാത്രമാണെന്നേ നിത്യമായത്. മനുഷ്യരെ നമുക്ക് സ്വന്തമാക്കാനാവില്ല, പക്ഷേ അവരുടെ ഓർമ്മകളെ സ്നേഹത്തോടെ സൂക്ഷിക്കാം. ഒരിക്കൽ നമ്മെ വേദനിപ്പിച്ചവരും മറ്റൊരു ദിവസം നമ്മെ ശക്തരാക്കിയവരാണ്. അടുപ്പം ഒരനുഗ്രഹമാണ്, അകലം ഒരധ്യാപകനും. ഇരുവരെയും സ്വീകരിക്കാൻ പഠിക്കുന്നവർക്കാണെന്നേ ജീവിതത്തിന്റെ യഥാർത്ഥ സമാധാനം. നമ്മൾ ആളുകളെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം നമ്മെ വിട്ടുകൊടുക്കൽ പഠിപ്പിക്കുന്നു. അടുത്തവരെയും അകന്നവരെയും ഒരുപോലെ സ്വീകരിക്കാൻ പഠിച്ചാൽ സമാധാനം തന്നെ നമ്മളെ തേടി വരും. ജീവിതത്തിലേക്ക് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. ജ്ഞാനം 3:1. വരെ മാത്രം ജീവിച്ചിരിക്കുകയും ഈ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുകയും ചെയ്ത ശിഷ്യതുല്യനായിട്ടുള്ളൊരു മഹാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് മൂന്നല്ല, ഒന്നാണ്, പരമമായ സത്യമൊന്ന് എന്ന് ലോകത്തിനോട് വിളിച്ചോടിയ ആ മഹാപുരുഷനെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാസ്ഥിതികവാദികൾ അന്നത്തെ കാലത്ത് ഇത്തരം സാമൂഹ്യ തിന്മയുണ്ടാക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ശിക്ഷയ്ക്ക് വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കുരിശ്. ആ കുരിശിലേറി മരണപ്പെട്ട യേശുദേവൻ, ആ ദേവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. എന്താണ് നിന്റെ വിശ്വാസം? വിശ്വാസം എന്നാൽ വിശേഷണയുടെ ശ്വാസം എന്നാണ്. വിശ്വാസം എന്നാൽ ശ്രദ്ധയാണ്. നിനക്ക് യേശുദേവന്റെ ജീവിതത്തിലും നീ പള്ളിയിൽ കൃത്യമായി കുർബാന ചൊല്ലുകയും ചെയ്യുക എന്നുള്ള ശ്രദ്ധ, യേശുദേവന്റെ ജീവിതത്തിലുള്ള ശ്രദ്ധ, ബൈബിളിലുള്ള ശ്രദ്ധ, ഇനി പ്രഭാഷണങ്ങളിലുള്ള ശ്രദ്ധ നിനക്കുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും. അപ്പോൾ വിശ്വാസം എന്നാൽ ശ്രദ്ധ എന്നാണ് അർത്ഥം. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന
പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ 4 സ്ത്രീകൾ അമൂല്യരാണ്. 1. നിങ്ങളിൽ നിന്ന് ജനിച്ചവൾ, മകൾ. 2. നിന്നോടൊപ്പം ജനിച്ചവൾ, സഹോദരി. 3. നിനക്ക് ജന്മം നൽകിയവർ, അമ്മ. നിനക്കായി ജനിച്ചവൾ, ഭാര്യ. ഒറ്റപ്പെടൽ എന്നത് മുന്നോട്ടുള്ള വഴി അടയുന്നതല്ല, കൂടെയുണ്ടായിരുന്ന പലരെയും തിരിച്ചറിയാനുള്ള വഴി തുറക്കുന്നതാണ് കടപ്പാട്. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ഠൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീ ആളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തചൊരിച്ചിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. കലഹത്തിൽ നിന്നൊഴി ജീവിതത്തിൽ ചില ആളുകൾ മരുന്നുകളാണ്. മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി അവർ ഒരു മരുന്ന് പോലെയാണ്. കാണാൻ കഴിയാത്ത വേദനകൾക്കും പറയാൻ കഴിയാത്ത സങ്കടങ്ങൾക്കും ശബ്ദമില്ലാത്ത പ്രോബ്ലങ്ങൾക്കും ശാന്തമായൊരു സൊല്യൂഷൻ ആയി മാറുന്നവർ. അവരുടെ സാന്നിധ്യം മാത്രം മതി തകർന്ന മനസ്സ് വീണ്ടും ചിരിക്കാൻ തുടങ്ങാൻ, മൂടിപ്പോയ ദിനങ്ങൾ വീണ്ടും തെളിയാൻ, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ വീണ്ടും നിറയാൻ. മനസ്സിൻ്റെ ശാസ്ത്രം പറയുന്നത് നമ്മൾ ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത് എന്നത് നമ്മുടെ മനസ്സിനെയും എനർജിയെയും ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു. നല്ല ആളുകൾ നല്ല ചിന്തകൾ, നല്ല ചിന്തകൾ നല്ല ജീവിതം. അവരുടെ കൂടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ട ഓർമ്മകളായി മാറും. നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരാണെന്ന് മനസ്സിലാക്കി തരും. ജീവിതം ഇപ്പോഴും സുന്ദരമാണ് എന്ന് ഓർമ്മിപ്പിക്കും. അവരുടെ ഒരു ചിരി പോലും നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു പുതിയ എനർജി സൃഷ്ടിക്കും, ഒരു പുതിയ ഉന്മേഷം നിറയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും സാധാരണയല്ല, എനർജിക്കായും ആത്മവിശ്വാസത്തോടെയും മാറും. ഒരു സത്യമാണ്, ജീവിതത്തിൽ എല്ലാവരും കൂടെ നിൽക്കില്ല, പക്ഷേ ചിലർ നിന്നാൽ മതി നമുക്ക് മുന്നോട്ട് പോകാൻ ശക്തി കിട്ടും. അതിനാൽ അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുക. കിട്ടിയാൽ വിട്ടുകളയരുത്. കാരണം അവർ ആളുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹങ്ങളാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും വിളിക്കാൻ ഒരാളുണ്ട് എന്ന ആശ്വസിക്കലോ. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമാകില്ല, പക്ഷേ ഒരാൾ നമ്മെ കേൾക്കുമ്പോൾ, ഒരാൾ നമ്മെ മനസ്സിലാക്കുമ്പോൾ, ഒരാൾ നമ്മെ ചേർത്ത് നിർത്തുമ്പോൾ ജീവിതം വീണ്ടും പ്രതീക്ഷയോടെ മാറും. അതിനാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് കുറച്ച് കൂടുതൽ കരുതലോടെ പെരുമാറുക. കാരണം നിങ്ങളുടെ ഒരു വാക്ക് പോലും ഒരാളുടെ ജീവിതം രക്ഷിക്കാം.
കേൾക്കാൻ ഒരാൾ, ഞാൻ കൂടെയുണ്ട്. നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ